ചങ്ങായിമാരെ, മരണപ്പെട്ട ആ പാവം ദീപക്കുമായി ബന്ധപ്പെട്ട് ഇനിയൊരു വീഡിയോ ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അതിന് കാരണം ആ പാവ അമ്മയുടെ കരച്ചില്ലേ, രാവിലത്തെ കരച്ചില് അത്രമാത്രം സങ്കടം ഉണ്ടാക്കി. പക്ഷെ എന്താ ചെയ്യാ, പാവ അമ്മയുടെ കരച്ചിൽ കാണാതെ ആ മരണപ്പെട്ട പാവത്തിനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ വേണ്ടിട്ട് ഓരോ സ്ത്രീ രൂപങ്ങൾ ഇങ്ങനെ കടന്നു വരെയുന്നു. അങ്ങനെ ഒരു സ്ത്രീ രൂപമാണ് ഇന്ന് ന്യൂസ് 8 ചർച്ചയ്ക്ക് ഇന്ന് സന്ധ്യക്ക് വന്നത്. അവരുടെ പേരാണ് എച്ചിക്കുട്ടി, എച്ചിമ്മക്കുട്ടി എന്ന പേര്. ഞാൻ അവരെ എച്ചിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. എഴുത്തുകാരിയാണെന്നാ പറയുന്നത്. ഞാൻ എവിടെ അവര് എഴുത്തും കണ്ടില്ല, ഒരു എഴുത്തുകാരിയായിട്ടും കണ്ടിട്ടില്ല. സ്വന്തം എഴുത്തുകൊണ്ട് ഒരു റീച്ച് ഉണ്ടാകാതിരിക്കുമ്പോൾ ഇങ്ങനെ നെഗറ്റീവിലാണെങ്കിൽ നെഗറ്റീവില് അങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മറ്റേ അതേ സ്ത്രീയിലെ ആ പാവത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി വീഡിയോ ചെയ്ത സ്ത്രീ, അതേ സ്ത്രീയുടെ മനസ്സുമായിട്ടാണ് ഈ എച്ചിമ്മക്കുട്ടി എന്ന് പറഞ്ഞ എച്ചിക്കുട്ടി വന്നത്. ഈ എച്ചിക്കുട്ടി എന്താണ് പറഞ്ഞത് നമുക്ക് കേട്ടിട്ട് വന്നാലോ? കേട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് വരെ സഹിക്കൂല, പറ്റുമെങ്കിൽ മാത്രം കേട്ടാ മതി കേട്ടാ. എച്ചിമ്മക്കുട്ടി എഴുത്തുകാരി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സ്ത്രീപക്ഷം ഉയർത്തി ഈ വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള സ്ത്രീകൾ പോലും ഈ വിഷയത്തിൽ ആ യുവതിയെ തള്ളി പറയുന്നതാണ് കണ്ടത്. പക്ഷെ അവിടെ വ്യത്യസ്ത സ്വരമാണ് താങ്കൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ യുവതിയെ അനുകൂലിക്കുകയായിരുന്നു. എന്താണ് ആ യുവതിയെ അനുകൂലിക്കാൻ താങ്കൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ന്യായീകരണം എന്നല്ല ഞാൻ പറയുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ അതില് കൃത്യമായിട്ടുള്ള ഒരു ഉരസൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ആ ഉരസൽ കണ്ടുവോ എന്ന് നോക്കുന്ന ആ ഒരു മനുഷ്യനെയും ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് എനിക്ക് മാത്രമല്ല, വേറെയും ഒരുപാട് പേർക്ക് ആ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. വേറെയും ഒരുപാട് പേർക്കൊന്നും ആ ഫീലിംഗ് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കും ആ വൃത്തികെട്ട സ്ത്രീക്കും പിന്നെ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ 10-15 സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ കാരണം എന്താ അറിയാ, നിങ്ങളെയൊക്കെ വീട്ടിലുള്ള അതേ പുരുഷന്മാരില്ലേ, ആ പുരുഷന്മാരെ പോലെ തന്നെയാണ് എല്ലാ പുരുഷന്മാരാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള നിങ്ങളുമായി ബന്ധപ്പെടുന്ന പുരുഷന്മാരൊക്കെ ഉണ്ടല്ല, എപ്പോഴും ഈ ഉരസണം എന്നുള്ള ചിന്താഗതി ഉള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും അതേ ചിന്താഗതി വരുന്നത്. നിങ്ങളെ ശരിക്കുണ്ടല്ലോ എച്ചിമ്മക്കുട്ടി എന്നല്ല വിളിക്കേണ്ടത്. എന്റെ ഒരു മാന്യത വെച്ചിട്ട് ഞാൻ വേറൊന്നും വിളിക്കുന്നില്ല. ഇനി എച്ചിക്കുട്ടി അടുത്തതായിട്ട് എന്ത് വൃത്തികേടാ പറയുന്നത് കേട്ടിട്ട് വരാം. പിന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു, അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് സംശയലേശമന്യേ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ടുള്ള അപമാനം സഹിക്കാൻ പറ്റാതെ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന അതൊരു സംശയലേശമന്യേ അങ്ങനെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ നടക്കുന്ന ഈ ബഹളങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുള്ളൂ. എന്ത് കാരണം കൊണ്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്ന് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല. അപ്പൊ എച്ചിക്കുട്ടി പറഞ്ഞത് ആ മനുഷ്യൻ വെറുതെ സ്വന്തം ജീവൻ കളഞ്ഞതാണല്ലേ, ഒരു കാരണമില്ലാതെ വെറുതെ ജീവൻ കളഞ്ഞതാണെന്ന്. നിങ്ങളുണ്ടല്ലോ എച്ചിക്കുട്ടി ആ വീഡിയോ എടുത്ത സ്ത്രീയില്ലേ, അവളെക്കാളും വൃത്തികെട്ട മനസ്സിനുടമയാട്ടാ. ഒന്നുമില്ലെങ്കിൽ ആ സ്ത്രീ ഉണ്ടല്ലോ സ്വന്തം ഐഡിയും പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് ഇവിടത്തേക്കോ മുങ്ങിന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ പിന്നെ വന്നിട്ടില്ല. പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടല്ല പിന്നെയും വന്ന് ആ മരണപ്പെട്ട പാവത്തിനെ വീണ്ടും വീണ്ടും അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ഇച്ചിരി പോലും പേരിന് പോലും മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലാണ് നിങ്ങളൊക്കെ പെരുമാറുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുത്തുകാരി എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നും ഒരു മണ്ണും പുണ്ണാക്കും ഉണ്ടാക്കി. അപ്പോഴെങ്ങനെയെങ്കിലും ആൾക്കാർ മുന്നിൽ അറിയപ്പെടണം. അതിനുവേണ്ടി നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, മറ്റേ സീനെ പോലെ തന്നെ നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ്, അങ്ങനെയെങ്കിലും പബ്ലിസിറ്റി ആക്കണം. അതിനാണ് നിങ്ങളൊക്കെ വന്നിട്ട് ഇമാതിരി വൃത്തികേട് പറഞ്ഞത് എച്ചിക്കുട്ടിയെ. പക്ഷെ ഇങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കുമ്പോ ഒരു കാര്യം ആലോചിക്കണം, ആ മരണപ്പെട്ട പാവത്തിന്റെ മാതാപിതാക്കളല്ലേ, അവർ ചിലപ്പോൾ നിങ്ങളെ കാണുന്നുണ്ടാവും, നിങ്ങൾ സംസാരിക്കുന്നത് കാണുന്നുണ്ടാവും. അവർക്ക് എത്രമാത്രം വിഷമായിട്ടുണ്ടാവും അറിയാം. അവരുടെ ശാപത്തിൽ നിന്ന് എച്ചിക്കുട്ടി ഈ ജന്മത്തിൽ നിനക്കൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി മനസാക്ഷിയില്ലാത്ത എച്ചിക്കുട്ടി അടുത്തതായിട്ട് എന്താണ് പറയുന്നത് കേട്ടിട്ട് വരാം. പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ നഷ്ടപ്പെട്ടു പോയ സങ്കടം അയാളുടെ അടുത്ത ആളുകൾക്ക് എന്തായാലും ഉണ്ടാകണം. അപ്പോൾ അയാൾക്ക് ഒരുപാട് മഹത്വങ്ങളും ഉണ്ടാകും. അയാൾ ഉണ്ടായില്ലെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്നൊക്കെയുള്ള സങ്കടങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. എന്റെ എച്ചിക്കുട്ടി, നിങ്ങൾക്കില്ലാത്ത മഹത്വം ഉണ്ടല്ല ആ പാവത്തിന്റെ. കാരണം ആ പാവാണ് അവന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നത്. അധ്വാനിച്ചിട്ട് നല്ലോണം അധ്വാനിച്ചിട്ടാണ് ആ പാവം അവന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നത്. ആ മഹത്വം അവനുണ്ട്. പക്ഷെ നിങ്ങൾക്കൊന്നും ആ മഹത്വം ഇല്ല. കാരണം അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ടാൾ അറിയണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് ഇങ്ങനെ ഒന്ന് വൃത്തികേട് പറയുന്നത്. അതുകൊണ്ടുണ്ടല്ല അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വം ഉണ്ടല്ല ഇങ്ങനെ വൃത്തികേട് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് അടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല. പിന്നെ നിങ്ങളെന്താ പറഞ്ഞ ആ പാവത്തിനെ മരണപ്പെട്ടതിന് ശേഷമാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എപ്പോ ഇട്ടോ അപ്പൊ തൊട്ട് ദീപകിന്റെ കൂടെയാണ് കേരളക്കാരെ മൊത്തം ഉണ്ടായിരുന്നത്. ആ സ്ത്രീയുടെ വീഡിയോയിൽ വന്ന കമന്റ് തെച്ചും ആ സ്ത്രീയെ തെറി വിളിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും മാത്രമാണ്. ആ സമയം തൊട്ടിട്ട് എല്ലാവരും ദീപകിന്റെ കൂടെ തന്നെയായിരുന്നു എച്ചിക്കുട്ടിയെ. നിങ്ങളെപ്പോലെ മനസ്സിൽ വൃത്തികേട് കൊണ്ട് കിടക്കുന്ന കുറച്ച് സ്ത്രീകൾ മാത്രമേ ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടുണ്ടല്ലോ എച്ചിക്കുട്ടി പേര് പോലെ ജീവിതത്തിലും ഇത്രമാത്രം എച്ചിയാകല കേട്ടാ. എച്ചിക്കുട്ടിയുടെ നെക്സ്റ്റ് എച്ചിത്തരം കേട്ടിട്ട് വരാം.
നമുക്ക് ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഉൾപ്പെടെയുള്ളവർ നമ്മളുടെ പാനലിലുണ്ട്. ഒരു പക്ഷേ ദീപകിന്റെ ബന്ധുക്കൾ മറ്റുള്ളവരൊക്കെ കാണുന്ന ഒരു ചർച്ച കൂടിയാണല്ലോ. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം, ഇതിനെ ദുരുപയോഗം ചെയ്യുന്നവരിലേക്ക് വരാം. അതിന് മുൻപ് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സംഭവം, ഒരു ദുരനുഭവം ബസ്സിനകത്ത് ഉണ്ടായാൽ എന്തായിരിക്കും ഫസ്റ്റ് റെസ്പോൺസ്? ഒരാളുടെ ഫസ്റ്റ് റെസ്പോൺസ് ആദ്യം അതിനെ നമ്മൾ ഒന്ന് വാൺ ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഒരു സേഫ് സോണിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അത് ഇഷ്യൂ ആക്കുകയോ അല്ലെങ്കിൽ കണ്ടക്ടറെ അറിയിക്കുകയോ ഇടപെടൽ നടത്തുകയോ അയാളെ അവിടെ തിരുത്താനുള്ള ഒരു ശ്രമം നടത്തും. അതല്ല എങ്കിൽ നമ്മൾ അത് പരാതിപ്പെടും. അങ്ങനെയൊക്കെ ആണല്ലോ സാധാരണ നിലയിൽ ഇതിൽ ഇടപെടലുകൾ നടത്തേണ്ടത്. അങ്ങനെയാണ് നടത്തേണ്ടതും. അതിനപ്പുറം അവിടെ വെച്ച് അതിനൊരു തെളിവുണ്ടാക്കി അത് വീട്ടിൽ കൊണ്ടുവന്ന് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച് അല്ലല്ലോ അതിനെതിരെ അവയർനെസ് ഉണ്ടാക്കേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഈ പെൺകുട്ടി കാണിച്ചിട്ടില്ലേ യഥാർത്ഥത്തിൽ? ഈ പെൺകുട്ടി അങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് സമൂഹ മാധ്യമത്തിൽ പുറത്തുവിട്ടത് ശരിയായി എന്നുള്ള ഒരു അഭിപ്രായം എനിക്കും ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ കേസുകളൊക്കെ പോകുന്ന കാര്യം, ഇത് പരാതി കൊടുത്താൽ തന്നെയും ആദ്യം തെളിവായിരിക്കുമല്ലോ ചോദിക്കുക. അതുകൊണ്ടായിരിക്കും തെളിവ് ഉണ്ടാക്കിയത്. തെളിവല്ലേ എച്ചിക്കുട്ടി ആ സ്ത്രീ ഉണ്ടാക്കിയത്? ഒരു പാവം മനുഷ്യന്റെ സ്വപ്നം തകർക്കുന്ന വീഡിയോ ആണ് സ്ത്രീ ഉണ്ടാക്കിയത്. അതിന്റെ കാരണം ഉണ്ടല്ല, ഉണ്ടാക്കിയതിന്റെ കുഴപ്പമാണ്. ഇജാദ് ടീമിനെ ഉണ്ടാക്കിയതിന്റെ കുഴപ്പം. ഞാൻ പറഞ്ഞത് ഏറെക്കുറെ എച്ചിക്കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയതിന്റെ കുഴപ്പം കൊണ്ടാണ് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും, അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് കുറച്ച് ലൈക്കും എനിക്ക് കുറച്ച് വ്യൂസും മാത്രമേ വേണ്ടൂ ചിന്തിക്കുന്ന രീതിയിൽ ഈ സ്ത്രീകളൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ടല്ല നിങ്ങൾക്കുണ്ട് എച്ചിക്കുട്ടി. കാരണം ഈ ചർച്ചയിൽ ആ പാവപ്പെട്ട ദീപകന്റെ ബന്ധുക്കളെ വന്നിരിക്കുന്നുണ്ട്. അവരുടെ മുന്നിലാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ദീപക് എന്ന് പറഞ്ഞ ആ പാവ മനുഷ്യനെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഉണ്ടാക്കിയതിന്റെ കുഴപ്പമുണ്ടല്ല നിങ്ങൾക്കുണ്ട്. കാരണം അതുകൊണ്ടാണ് ആ പാവങ്ങളുടെ മനസ്സ് കാണാതെ നിങ്ങൾ ഇമാതിരി വൃത്തികേട് ആ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കുമ്പോഴല്ല, ആ സ്ത്രീയും നിങ്ങളും രണ്ടും കണക്കാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വൃത്തികെട്ട വശങ്ങളാണ് നിങ്ങൾ രണ്ടാളും എച്ചിക്കുട്ടിയെ. നിങ്ങളുണ്ടല്ല, ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേര് പോലെ തന്നെയാണ്, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പേര് പോലെ തന്നെയാണ്. എച്ചിക്കുട്ടിയാണ് നിങ്ങൾ, എച്ചിക്കുട്ടി. അപ്പൊ ഇവരോട് ഈ രണ്ട് വർത്തമാനെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം വരില്ല. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.